തൈറോയിഡ് ഇന്ന് വ്യാപകമായി കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇത് ഓരോ തലമുറ കഴിയുമ്പോഴും മനുഷ്യർ കൂടുതൽ ആൾക്കാർ തൈറോയിഡിൽ രോഗികളാകും. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ അയോഡിൻ ഡെഫിഷ്യൻസിയാണ്. അയോഡിൻ ഒരു യുണീക്കായിട്ടുള്ള ഒരു ട്രേസ് എലമെൻ്റാണ്. ഈ ട്രേസ് എലമെൻറ്റ് നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലില്ല. നമ്മളുടെ മാത്രമല്ല, ലോകം മുഴുവൻ ഉള്ള കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ അയഡിൻ എന്ന് പറഞ്ഞ ട്രേസ് എലമെൻറ്റ് തീർന്നു പോയി. ഈ അയഡിൻ ട്രേസ് എലമെൻറ്റ് തീരാനുള്ള കാരണം മണ്ണിൽ തീർന്നതാണ്. ഇത് സൂക്ഷ്മമൂലകമാണ്. ധാരാളം വിളകൾ കൊയ്ത് മാറ്റുമ്പോൾ മണ്ണിൽ ആ സൂക്ഷ്മമൂലകങ്ങളും എല്ലാം തീർന്നു പോകും. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് അയഡിൻ. തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കുറേ പേരായി. നാളെ 100% മനുഷ്യരും തൈറോയ്ഡ് രോഗികളാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിൻ്റെ കാരണം ട്രേസ് എലമെൻ്റാണ്. ആ ട്രേസ് എലമെൻറ്റ് ഭക്ഷണത്തിൽ ഉണ്ടാകാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു കൃഷി രീതി രൂപപ്പെടുത്തണം. അതിനാണ് നമ്മൾ ജൈവ കൃഷി പ്രൊമോട്ട് ചെയ്യണതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ അയഡിൻ ഡെഫിഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾ വരും. അതിൽ പ്രധാനപ്പെട്ട രോഗങ്ങൾ മുടി കൊഴിഞ്ഞ് പോവുക, വണ്ണം വയ്ക്കുക, വണ്ണം കുറഞ്ഞു പോവുക, ഹോർമോണൽ ഇൻബാലൻസ് വരിക, മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കുക. കാരണം അയഡിൻ ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ക്യാൻസറിൻ്റെ മൂല കാരണങ്ങളിലൊന്ന് അയഡിൻ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ തൈറോയ്ഡായിട്ടല്ല നമ്മൾ കാണണ്ടേ. എല്ലാ രോഗങ്ങൾക്കും കാരണത്തിൻ്റെ ഒരു സൂചന തരുന്നു. ഒരു ട്രേസ് എലമെൻറ്റ് മിസ്സായാൽ, ഭക്ഷണത്തിലില്ലെങ്കിൽ എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായി. ഈ ട്രേസ് എലമെൻറ്റ് കൊടുക്കാതെ ഒരു മരുന്ന് കൊണ്ട് ഭേദപ്പെടുത്താൻ ശ്രമിക്കുന്നത് മണ്ടത്തരമായിട്ട് വരും. അത് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് തൈറോനോം പോലെയുള്ള ഗുളികകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ജൈവ അയോഡിൻ തന്നെ കിട്ടണം. അപ്പം ജൈവ അയോഡിനുള്ള ചെടികൾ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അകത്തി എന്ന് പറയുന്നൊരു ചെടിയുടെ ഇലയിൽ അയോഡിൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഞാവൽപ്പഴത്തിൻ്റെ ഇലത്തിൽ അയോഡിൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതിനേക്കാൾ നല്ല അയോഡിൻ റിച്ചായ ഫ്രൂട്ട് കാണുമായിരിക്കാം, അതെടുക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം സൊല്യൂഷൻ ആവില്ല. മണ്ണിൽ അയോഡിൻ ഉണ്ടാവണം. അതിനുള്ള വഴി ജൈവ കൃഷി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്ത് അതിലെ ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും കിട്ടണം. അല്ലെങ്കിൽ ക്യാൻസർ വ്യാപകമാകുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. തൈറോയ്ഡ് വന്നാൽ, തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എടുത്തു കളയുക എന്നുള്ളതിനാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയത് കൊണ്ടൊരു സൊല്യൂഷൻ ആകുന്നില്ല. അതിൻ്റെ കാരണം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തൈറോയ്ഡ് മൂലം, അയഡിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയാലും വരും. പ്രായമാകാത്ത കൊച്ചു കുട്ടികളിൽ, ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇപ്പോൾ തൈറോയിഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ശരിയാണ്, എല്ലാവരിലും വരും. അതായത് അമ്മയ്ക്ക് തൈറോയിഡ് രോഗം ഇല്ലെങ്കിൽ പോലും കുട്ടിക്ക് തൈറോയിഡ് വരും. കാരണം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ ഇല്ല എന്നുള്ളതിൻ്റെ മൂല കാരണമാണ്. ഇതിന് പരിഹാരമായിട്ടാണ്, ഇത് ഗവൺമെൻറ്റിനും ശാസ്ത്രജ്ഞന്മാർക്കും ബോധ്യം വന്നിട്ടുണ്ട്, അതിന് പരിഹാരമായിട്ടാണ് അയഡിൻ ചേർത്ത ഉപ്പ് നമുക്ക് തന്നത്. പക്ഷെ അത് ടോട്ടൽ ഫെയിലുവറാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുഞ്ഞു കുട്ടികൾ മുതൽ വരും. അനന്തര തലമുറ കുട്ടികൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുണ്ടാവില്ല. അയഡിൻ ഡെഫിഷ്യൻസി മൂലം കുട്ടികളുണ്ടാകാത്ത കേസുകളും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പരിഹാരം, ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ജൈവ കൃഷിയിലേക്ക് വരിക. ജൈവ കൃഷി പോരാ, എല്ലാ ട്രേസ് എലമെൻറ്റും മണ്ണിലൂടെ ചെടികൾക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജൈവ കൃഷി തന്നെ വേണം.